നമസ്കാരം, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെയറബിൾ എവറിഡേ മേക്കപ്പ് ലുക്കാണ്. നോ മേക്കപ്പ് ലുക്ക് അല്ല കേട്ടോ. നമുക്കൊരു കുറച്ചൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് മേക്കപ്പാണ്. അതായത് നമുക്കൊരു കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ സാധാരണ പോകുന്നതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ തരുന്ന ഒരു നല്ലൊരു അടിപൊളി ലുക്കാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വെയറബിൾ എവറിഡേ കൈൻഡ് ഓഫ് മേക്കപ്പ് ആണെങ്കിൽ നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഇവിടെ കുറച്ച് ഡാർക്ക് മാർക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഈ അടുത്തായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺസീൽ ചെയ്യാനായിട്ട് ഞാൻ മിസ് റോസിൻ്റെ കൺസീലറാണ്. അപ്പോൾ കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയൊക്കെയാണോ കൺസീൽ ചെയ്യേണ്ടത് ആ ഏരിയയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് മാർക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസീലർ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് CC ക്രീമോ BB ക്രീമോ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഫൗണ്ടേഷനും എടുക്കാവുന്നതാണ്. ഡെയിലി ബേസിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊന്ന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൺസീലർ വെച്ചിട്ട് ചെറിയൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. ബെറ്ററായി, എന്നാലും അത്ര പെർഫെക്റ്റാന്ന് പറയാൻ പറ്റില്ല. നമ്മളിത് ചെയ്താൽ ഐബ്രോസ് ഷേപ്പ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആക്ച്വലായിട്ടുള്ളൊരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൺസീലർ. അപ്പോൾ ഈ കൺസീലർ കുറച്ചൊരു മാറ്റ് ഫിനിഷിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ സെറ്റിങ്സ് പൗഡറൊന്നും ഇതിന് ബാക്കിയായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നതിനേക്കാളും എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മളുടെ ഈ അണ്ടർ ഐസ് ഒക്കെ ചെയ്യുന്ന കുറച്ചും കൂടി എളുപ്പം. അടുത്തായിട്ട് ഞാൻ എൻ്റെ ലെവലിലൂടെ ലിപ് ബാം എടുത്ത് ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മളുടെ ഐ ഷാഡോ പാലറ്റ് എടുക്കാം. അതിനുശേഷം ഒരു ട്രാൻസിഷൻ ഷെയ്ഡ്, ജസ്റ്റ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഓറഞ്ച് മേക്കപ്പ് ലുക്കാണ്, ഒരു ഓറഞ്ച് ടിൻറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഒരു ഓറഞ്ച് ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു റെഡായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇനി അടുത്തായിട്ട് ADS എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കോൾ പെൻസിൽ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഐ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മളുടെ ആ ബ്രഷിൽ നമ്മളുടെ ബ്ലാക്ക് ഐ ഷാഡോ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്മോക്കി ഐ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആക്ച്വലി എൻ്റെ കണ്ണിന് ഈ സ്മോക്കി ഐ അത്ര പെർഫെക്റ്റ് അല്ല, കാരണം എനിക്ക് കുറച്ചും കൂടി ഒരു വലിയ ഐസാണ്. അതുകൊണ്ട് ഈ സ്മോക്കി ഐ ചെയ്താൽ അത്ര ഒരു ഭംഗി വരത്തില്ല. കുറച്ചൊരു ഹൂഡഡ് ആയിട്ടുള്ള ഐസൊക്കെ ഉള്ള ഒരു സ്മോക്കി ഐ ചെയ്താൽ കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നമ്മളുടെ വാട്ടർ ലൈനിലും കൂടെ ആ ബ്ലാക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ചെറുതായിട്ടൊരു സ്മഡ്ജ് ചെയ്തൊരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ബ്ലഷാണ്. ബ്ലഷ് എടുത്തിട്ട് ഇതുപോലെ നമ്മളുടെ ചീക്ക് ബോൺസിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഹൈലൈറ്റർ അത്ര കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്ലഷ് കുറച്ച് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഹൈലൈറ്റർ എടുത്തു. ഹൈലൈറ്റർ എനിക്ക് ഇതുപോലെ നോസിൻ്റെ ഈ തുമ്പത്ത് ഇങ്ങനെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ താടിയിലും നമ്മുടെ നെറ്റി ഫോർഹെഡ്സിലും കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. മിഴിക്കുട്ടിനോട് വർത്താനം പറയുന്നതുകൊണ്ടാണ് കേട്ടോ, അവളോട് ബ്രഷ് എടുത്ത് തരാൻ പറയുമായിരുന്നു ഞാൻ. അപ്പോൾ ഇതുപോലെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബ്രോ ബോൺസിലും ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ലാസ്റ്റായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുകയാണ്. 99 റുപ്പീസിന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ കുഴപ്പമില്ല. ലിപ് ബാം തൂത്ത് കളയാതെ അതിൻ്റെ മേളിൽ കൂടി തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത്, കുറച്ച് നല്ലൊരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി.
വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.